ബീഹാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം വീണ്ടും വിജയത്തിലേക്ക് വന്നത് ശരിക്കും ഒരു ഞെട്ടലോടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യ മുന്നണിക്ക് അത്രയേറെ ജനകീയ പിന്തുണ പ്രത്യക്ഷത്തിൽ നിലനിന്നിടത്ത് നിന്നാണ് ഇലക്ഷനിൽ താഴെ പോയത്. അത് ആസൂത്രിതമായ ഒരു അട്ടിമറി തന്നെയാണ് എന്നതാണ് സൂചനകൾ നൽകുന്നത്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗുജറാത്തിലും ഒറീസയിലും ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഹരിയാനയിലും ഇപ്പോൾ ബീഹാറിലും ഇനിയും പുറത്തുവിടാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്നു പോകുന്ന വോട്ട് ചോരി എന്ന കള്ളക്കളി ഇവിടെ ബീഹാറിലും നടന്നു എന്നതിൻ്റെ തെളിവാണ് ബീഹാർ ഫലത്തിൽ തെളിഞ്ഞു വരുന്നത്. വോട്ട് ചോരിക്ക് പിന്നാലെ SIRൽ നടത്തിയ തട്ടിപ്പും വെളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞതാണ് ബീഹാറിലടക്കം. 80 ലക്ഷം പേരെ വെട്ടിമാറ്റിയതിന് പിന്നാലെ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടതുമൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ BJP നടത്തിയ തട്ടിപ്പിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുകയാണ്. ന്യൂനപക്ഷത്തെയും പിന്നാക്ക വിഭാഗങ്ങളെയും SIRൽ നിന്ന് പിഴുതു മാറ്റുകയായിരുന്നു BJP. പ്രത്യേകിച്ചും ഒരു കാരണവശാലും BJPക്ക് അനുകൂല ചിന്ത പോലും വരാത്ത ന്യൂനപക്ഷങ്ങളിൽ പിന്നാക്കം നിൽക്കുന്നവരെ ഒന്നാകെ തള്ളിയായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയത്. ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങളിന്മേലുള്ള വിവാദം നിലനിൽക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സംജാതമായതും അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ വന്ന ഈ ഫലവും നമ്മളെ സൂചിപ്പിക്കുന്നത്. അന്തിമ വോട്ടർ പട്ടികയിൽ 47 ലക്ഷം പേരെ ഒഴിവാക്കപ്പെട്ടതോടെ കമ്മീഷൻ വീണ്ടും വിമർശനം ഏറ്റുവാങ്ങുകയും ആശയക്കുഴപ്പങ്ങളുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട 3 വോട്ടർ രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങളായ പൂർണ്ണത, തുല്യത, കൃത്യത എന്നിവ അടിസ്ഥാനമാക്കിയാണ് ബീഹാറിലെ പുതിയ വോട്ടർ പട്ടികയുടെ ഗുണനിലവാരം വിലയിരുത്തുന്നത്. എന്നിരിക്കലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയായവരുടെ അനുപാതം SIR മൂലം 97% നിന്ന് 88% കുറഞ്ഞു കാണുന്നുണ്ട്. അത് ഞെട്ടിക്കുന്ന കുറവ് തന്നെയാണ്. അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് 90% പ്രായപൂർത്തിയായവരും ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജനസംഖ്യാ അനുപാതത്തിൽ ഏറ്റവും വലിയ ഇടിവിന് കാരണമായത് SIR ആണെന്നും രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സാങ്കേതിക ഗ്രൂപ്പ് കണക്കാക്കിയ സംസ്ഥാനത്തെ പ്രായപൂർത്തിയായവരുടെ ജനസംഖ്യാ പ്രകാരം 2025 സെപ്റ്റംബറിൽ ബീഹാറിൽ 8.22 കോടി വോട്ടർമാർ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിലെ 7.42 കോടി എന്ന എണ്ണം സൂചിപ്പിക്കുന്നത് 80 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് കാണാതായി എന്നാണ്. അതേസമയം അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷമായി നിലനിൽക്കുമ്പോഴും ആകെ 2 കോടി വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതിലിടപെട്ടത് SIRO തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ല, മറിച്ച് സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിശ്വാസ്യത ശക്തമാകുന്നതും. സുപ്രീം കോടതിയുടെ നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ കാരണമായി മാറി. ആധാറിനെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് വോട്ടവകാശം നിഷേധിക്കാനുള്ള SIR പ്രേരണയെ തടയാൻ സഹായിച്ചു എന്നതും വ്യക്തമാവുന്നു. കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുകൾ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടേണ്ടി വന്നു. മുൻകൂർ കൂടിയാലോചനയുടെ അഭാവം, നടപ്പാക്കലിലെ തിടുക്കം, ദുരൂഹത, പ്രതിപക്ഷ നേതാക്കളോടുള്ള പോരാട്ട രീതി ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് കമ്മീഷൻ നിഷ്പക്ഷമല്ല എന്നതാണ്. സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പ്രാതിനിധ്യത്തെ SIR പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ബീഹാറിലെ വോട്ടർ പട്ടികയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ജനസംഖ്യയിൽ അവരുടെ പ്രാതിനിധ്യത്തെക്കാൾ കുറവാണ്. ഈ വിടവ് 2012 21 ലക്ഷത്തിൽ നിന്ന് ഈ വർഷം ജനുവരി എത്തിയുമ്പോൾ അത് 7 ലക്ഷമായി കുറഞ്ഞു. SIRൽ ഇത് മാറി മറിഞ്ഞു എന്നാണ് തെളിയുന്നത്. സ്ത്രീ പ്രാതിനിധ്യം കുറയുന്നതായാണ് കാണുന്നത്. ഒഴിവാക്കപ്പെട്ട സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 16 ലക്ഷമായി. വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം വോട്ടർമാരിൽ 24.7%, അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട 3.66 ലക്ഷം പേരുകളിൽ 33% മുസ്ലിങ്ങളാണുള്ളത്. അത് സെൻസസിലെ മുസ്ലിം ജനസംഖ്യാ പ്രാതിനിധ്യമായ 16.9% എതിരാണ് താനും. അതായത് വൻതോതിലുള്ള മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കി എന്നർത്ഥം. ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ 24,000-ലധികം വ്യക്തമല്ലാത്ത പേരുകൾ, ഏകദേശം 5.2 ലക്ഷത്തിലധികം ഇരട്ട പേരുകളും 6,000-ലധികം അസാധുവായ ലിംഗഭേദങ്ങളും, അതായത് ആൺ, പെൺ, ട്രാൻസ്ജെൻഡർ എന്നിവയല്ലാത്തതും
51,000-ത്തിലധികമായ അസാധുവായ ബന്ധുക്കൾ 2 ലക്ഷത്തിലധികം വരെയും ഉണ്ട് എന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ആകെ 3 കോടിയിലധികം വോട്ടർമാരാണ് ഇത്തരത്തിൽ ഉള്ളത് എന്നർത്ഥം. ഇങ്ങനെ SIRൽ വൻ പിഴവുകൾ അജണ്ടാ മനോഭാവത്തോടെ നടപ്പിലാക്കിയതിൻ്റെ പ്രകടഭാവമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ വോട്ടുകൊള്ള കൃത്യമായി BJP ബീഹാറിലും നടപ്പിലാക്കി എന്നർത്ഥം. SIR നടപടി ഇനി തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള തട്ടിപ്പിന് വഴിവെക്കുമെന്നതിനാൽ കടുത്ത എതിർപ്പുകൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉയർന്നു വരുന്നുമുണ്ട്. ബീഹാറിൽ കനത്ത തിരിച്ചടിയല്ല നടന്നത്, ഭീകരമായ കാട്ടുകൊള്ളയാണ് BJP നടത്തിയത് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഈ ഫലപ്രഖ്യാപന സമയത്ത് തന്നെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. മോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഒരു കാര്യം തീർച്ചയാണ്, ബീഹാറിൽ വോട്ട് വെട്ടി അനുകൂല വോട്ട് തിരികെ കയറ്റി നടത്തിയ കാട്ടുകൊള്ളയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിഞ്ഞത് എന്നത്. നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് നോക്കി. അത് ഉടൻ തന്നെ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരികയും ചെയ്യും. രാജ്യം ഇത് എങ്ങോട്ടാണ്? അരാജകത്വം കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയെ ശിഥിലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു മാറ്റത്തിനായി ജനം മുന്നിട്ടിറങ്ങുക തന്നെയേ വഴിയുള്ളൂ. അതിന് ജനം സത്യാവസ്ഥ തിരിച്ചറിയുക തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.